अस्सलामु अलैकुम रहमतुल्लाह। अशहदु अल्ला इलाहा इल्लल्लाह वहदहु ला शरीका लहु वअशहदु अन्ना मुहम्मदन अब्दुहु व रसूलुहु अम्मा बअदु फ़अऊज़ु बिल्लाहि मिनश शैतानिर रजीम बिस्मिल्लाहिर रहमानिर रहीम अल्हम्दुलिल्लाहि रब्बिल आलमीन अर्रहमानिर रहीम मालिकि यौमिद्दीन इय्याका नअबुदु व इय्याका नस्तईन اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين जिंदा मजहब वही मजहब है जिसमें ജീവനുള്ള മതം അള്ളാഹുവിൻ്റെ ശക്തിപ്രഭാവത്തിൻ്റെ പ്രഭ എല്ലായ്പ്പോഴും കാണാൻ സാധിക്കുന്ന മതം മാത്രമാണ്. ഇന്ന് ജീവനുള്ള മതമാണ് എന്ന വാദം മാത്രമല്ല, അതിൻ്റെ പ്രവർത്തന തെളിവ് കേവലം ഇസ്ലാം മാത്രമാണ് നൽകുന്നത്. ഇസ്ലാമിന്റെ ദൈവം അവൻ ഇന്നും അവൻ ആഗ്രഹിക്കുന്നവരെ സംസാരിക്കുന്നവരാക്കി തീർക്കുന്നു, അവരോട് സംസാരിക്കുന്നു, ദുആകൾ കേൾക്കുന്നു, ഉത്തരം നൽകുന്നു, തന്റെ ശക്തിപ്രഭാവത്തിന്റെ പ്രഭ കാണിച്ചു കൊടുക്കുന്നു. ഈ കാലഘട്ടത്തിൽ തന്റെ ശക്തിപ്രഭാവത്തിന്റെ പ്രകടനത്തിനായി തന്റെ വാഗ്ദാനമനുസരിച്ച് അത് ഈ കാലഘട്ടത്തിൽ പൂർത്തിയാകുന്നതിനെ കുറിച്ച് റസൂൽ തിരുമേനിയും പ്രവചിച്ചിരുന്നു. അതിനായി ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ അയക്കുകയുണ്ടായി. മുസ്ലിങ്ങളിലും അഹമ്മദിയ ജമാഅത്ത് മാത്രമാണ് അള്ളാഹുവിനെ അവന്റെ മുഴുവൻ സിഫത്തുകളോടും കൂടി ഇന്നും സർവശക്തനാണ് എന്ന് വിശ്വസിക്കുന്ന വിഭാഗം. ഈ ദൃഢവിശ്വാസത്തിൽ നിലകൊള്ളുന്നവരാണ് അള്ളാഹുവിൽ ഇന്നും ആ എല്ലാ കഴിവുകളുമുണ്ട്, അതേ ശക്തിപ്രഭാവം അവൻ ഇന്നും കാണിച്ചു കൊണ്ടിരിക്കുന്നു. ഏതൊന്നാണോ അവൻ അനാദികാലം മുതൽ കാണിച്ചുകൊണ്ടേയിരുന്നത്. എന്നാൽ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാതമുൽ അംബിയ ആണ്. അവിടുത്തെ നിയോഗത്തിന് ശേഷം അള്ളാഹു ഇനി എല്ലാവിധത്തിലുള്ള ഉപഹാരങ്ങളും നേടുന്നതിനുള്ള മാർഗവും അള്ളാഹുവിലേക്ക് എത്തിച്ചേരുന്നതിനുള്ള മാർഗവും ഹസ്രത്ത് ഖാതമുൽ അംബിയ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയിലൂടെ മാത്രമേ ലഭിക്കുകയുള്ളൂ എന്ന് വിധിച്ചിരിക്കുന്നു. ഹസ്രത്ത് മിർസ ഗുലാം അഹമ്മദ് ഖാദിയാനി അലൈഹിസ്സലാം, മസീഹ് മൗഊദ് മഹ്ദിയ മൗഊദ് അലൈഹിസ്സലാം, അദ്ദേഹം റസൂൽ തിരുമേനിയുടെ പരിപൂർണനായ പ്രേമിയാണ്. അദ്ദേഹത്തെ അള്ളാഹു ഇസ്ലാമിന്റെ പുനരുജ്ജീവനത്തിനായി ഈ കാലഘട്ടത്തിൽ അയച്ചിരിക്കുന്നു. അദ്ദേഹത്തോട് ഹിദായത്തിന്റെ സന്ദേശ പൂർത്തീകരണത്തിന്റെ വാഗ്ദാനവും ചെയ്തിരിക്കുന്നു. ആ മഹാത്മാവ്
ഈ ജീവനുള്ള ദൈവത്തെക്കുറിച്ച് തന്റെ ഒരു ലിഖിതത്തിൽ വിവരിക്കുന്നു. हमारी रूह ഈ സർവശക്തനും സത്യസന്ധനും പരിപൂർണനുമായ ദൈവത്തെ നമ്മുടെ ആത്മാവും നമ്മുടെ അസ്തിത്വത്തിന്റെ ഓരോ കണികയും സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ടിരിക്കുന്നു. ആരുടെ കൈകൾ കൊണ്ടാണോ तमाम को आग ഓരോ ആത്മാവും സൃഷ്ടികളിലെ ഓരോ കണികയും അവയുടെ മുഴുവൻ കഴിവുകളോടും കൂടി പ്രത്യക്ഷമായത്, ആരുടെ അസ്തിത്വത്താലാണോ മറ്റെല്ലാ അസ്തിത്വങ്ങളും നിലകൊള്ളുന്നത്, ഒരു വസ്തുവും തന്നെ അവന്റെ അറിവിൽ നിന്നോ അവന്റെ നിയന്ത്രണത്തിൽ നിന്നോ അവന്റെ സൃഷ്ടിപ്പിൽ നിന്നോ പുറത്തല്ല. और रहमतें ആയിരക്കണക്കിന് इस पाक സലാമും സലാത്തും കാരുണ്യവും അനുഗ്രഹവും हमने ഈ പരിശുദ്ധനായ നബിയിൽ വർഷിക്കുമാറാകട്ടെ. ആരിലൂടെയാണോ നമുക്ക് ആ ജീവനുള്ള ദൈവത്തെ ലഭിച്ചത്, आप हमें निशान देता है। അവൻ സ്വയം സംസാരിച്ചുകൊണ്ട് തന്റെ അസ്തിത്വത്തിനുള്ള തെളിവ് നമുക്ക് നൽകുന്നു. अपनी कदीम അവൻ അസാധാരണമായ അടയാളങ്ങൾ കാണിച്ചുകൊണ്ട് हमको തന്റെ പൗരാണികവും പരിപൂർണവുമായ ശക്തിയുടെയും കഴിവിന്റെയും പ്രഭാപൂരിതമായ മുഖം നമുക്ക് കാണിച്ചു തരുന്നു. ऐसे खुदा को पाया അതുകൊണ്ട് നമുക്ക് ദൈവത്തെ കാണിച്ചു തന്ന ഒരു പ്രവാചകനെ ലഭിച്ചിരിക്കുന്നു. कि कुदरत क्या ही തന്റെ പരിപൂർണമായ ശക്തി കൊണ്ട് എല്ലാ വസ്തുക്കളെയും സൃഷ്ടിച്ച ദൈവത്തെ ലഭിച്ചിരിക്കുന്നു. അവന്റെ ശക്തിപ്രഭാവത്തിൽ और जिस എത്ര വലിയ മഹത്വമാണ് അടങ്ങിയിരിക്കുന്നത്. അതുകൂടാതെ അവന്റെ അസ്തിത്വത്തിന്റെ രൂപം മറ്റൊന്നും തന്നെ നിർണയിച്ചില്ല. അവന്റെ സഹായമില്ലാതെ ഒരു വസ്തുവിനും നിലനിൽക്കാൻ സാധ്യമല്ല. അവൻ നമ്മുടെ സത്യസന്ധനായ ദൈവം അളവറ്റ അനുഗ്രഹമുള്ളവനാണ്, അളവറ്റ ശക്തിയുള്ളവനാണ്, അളവറ്റ സൗന്ദര്യമുള്ളവനാണ്, കാരുണ്യമുള്ളവനാണ്. അവനെ കൂടാതെ മറ്റൊരു ദൈവവുമില്ല. नबी करीम सल्लल्लाहु अलैहि वसल्लम ने दिखाया। ഇതാണ് നമ്മുടെ ജീവനുള്ള आप अलैहिस्सलाम നമുക്ക് നമ്മുടെ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്ന ദൈവം. सल्लल्लाहु अलैहि वसल्लम ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ जब इंसाफ സ്ഥാനത്തെക്കുറിച്ചൊരു സ്ഥലത്ത് പറയുന്നു, तमाम सिलसिला नबूवत में നാം നീതിയുടെ ദൃഷ്ടി കൊണ്ട് നോക്കുമ്പോൾ का जवाम और മുഴുവൻ പ്രവാചകത്വ പരമ്പരയിൽ ഏറ്റവും ഉന്നതനായ ധൈര്യശാലിയായ നബി, ജീവനുള്ള നബി, ദൈവത്തിന്റെ അങ്ങേയറ്റത്തെ പ്രിയപ്പെട്ട നബി ഒരാളെ മാത്രമേ അറിയുകയുള്ളൂ. അഥവാ അദ്ദേഹം, അതായത് നബിമാരുടെ നേതാവ്, പ്രവാചകന്മാരുടെ അഭിമാനം, എല്ലാ പ്രവാചകന്മാരുടെയും കിരീടം, അദ്ദേഹത്തിന്റെ പേര് മുഹമ്മദ് മുസ്തഫ അഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാണ്. അദ്ദേഹത്തിന്റെ തണലിൽ 10 ദിവസം സഞ്ചരിക്കുന്നത് കൊണ്ട് ഇതിനു മുമ്പ് 1000 വർഷങ്ങൾ കൊണ്ട് ലഭിക്കാത്ത പ്രകാശം ലഭിക്കുന്നു. इस्लाम देते हुए फरमाते हैं, പിന്നീട് അവിടുന്ന് മുഴുവൻ ലോകത്തെയും जमीन पर रहते हो ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ട് പറയുന്നു, അല്ലയോ ഭൂമിയിൽ വസിക്കുന്ന മുഴുവൻ ജനങ്ങളെ, मशरिक को मगरिब में आप അല്ലയോ കിഴക്കും പടിഞ്ഞാറും വസിക്കുന്ന മനുഷ്യാത്മാക്കളെ, दावत कर ഞാൻ कि आप जमीन മുഴുവൻ ശക്തിയോടും കൂടി നിങ്ങളെ ഈ ഭാഗത്തേക്ക് ക്ഷണിക്കുന്നു. ഇന്ന് ഭൂമിയിൽ യഥാർത്ഥ മതം ഇസ്ലാം മാത്രമാണ്. യഥാർത്ഥ ദൈവം വിശുദ്ധ ഖുർആൻ വിവരിച്ച ദൈവം മാത്രമാണ്. എല്ലായ്പ്പോഴും ആത്മീയമായി ജീവിക്കുന്ന പ്രവാചകൻ, പ്രഭാവത്തിന്റെയും പരിശുദ്ധിയുടെയും സിംഹാസനത്തിൽ ഇരിക്കുന്നവർ ഹസ്രത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയാണ്. അദ്ദേഹത്തിന്റെ ആത്മീയ ജീവിതത്തിന്റെയും പരിശുദ്ധ പ്രഭാവത്തിന്റെയും തെളിവ് നമുക്കിതാണ് ലഭിച്ചിരിക്കുന്നത്. അദ്ദേഹത്തെ പിൻപറ്റുന്നത് മൂലം, അദ്ദേഹത്തോടുള്ള സ്നേഹം നിമിത്തം നാം പരിശുദ്ധാത്മാവിനെയും ദൈവിക അഭിസംബോധനയുടെയും ആകാശീയ അടയാളങ്ങളുടെയും ബഹുമതികൾ സ്വായത്തമാക്കുന്നവരായിത്തീരുന്നു. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ഇസ്ലാമിന്റെ വിജയശ്രീലാളിതനായ ഒരു സേനാധിപതി എന്ന നിലക്ക് ഇസ്ലാമിന്റെ എതിരാളികളുടെ വായടപ്പിച്ചു. തെളിവുകൾ കൊണ്ട് മാത്രമല്ല, അള്ളാഹുവിന്റെ പ്രത്യേക സഹായങ്ങൾ കൊണ്ടും അടയാളങ്ങൾ കൊണ്ടും ലോകത്തിന്റെ മുമ്പിൽ അത്തരം കാര്യങ്ങൾ വെക്കുകയുണ്ടായി, അത്തരം പ്രവചനങ്ങൾ നടത്തുകയുണ്ടായി. അത് ആലിമുൽ ഗൈബായ അള്ളാഹുവിനല്ലാതെ മറ്റാർക്കും തന്നെ അറിയാൻ കഴിയുമായിരുന്നില്ല. പിന്നീട് ലോകം കാണുകയുണ്ടായി. അള്ളാഹുവിൽ നിന്ന് അറിവ് ലഭിച്ചതനുസരിച്ച് അദ്ദേഹം നടത്തിയ പ്രവചനങ്ങൾ അള്ളാഹുവിന്റെ എത്ര വലിയ സഹായത്തോടു കൂടിയ അടയാളങ്ങൾ മുഖേനയാണ് പൂർത്തിയായത്. और इस्लाम के मुखालिफिन അദ്ദേഹത്തിന് ഇസ്ലാമിനെ കുറിച്ച് എത്രമാത്രം വേദനയുണ്ടായിരുന്നു. ഇസ്ലാമിന്റെ എതിരാളികളെയും
റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്ഥാനം ഇകഴ്ത്തുന്നവരെയും ഏതു വിധേനയാണ് അവിടുന്ന് അഭിസംബോധന ചെയ്തത്, അഭിസംബോധന ചെയ്ത് മനസ്സിലാക്കി കൊടുത്തിരുന്നത്. പിന്നീട് അള്ളാഹുവിന്റെ സമക്ഷത്തിൽ ഈ എതിരാളികളുടെ വായടപ്പിക്കുന്നതിനായി എത്രമാത്രം വേദനയോടെയാണ് ദുആ ചെയ്തിരുന്നത്. ഇതിന്റെ പ്രകടനം നമുക്ക് സഹാബാക്കൾ എഴുതിയ അവിടുത്തെ ചരിത്രത്തിൽ നിന്ന് ലഭിക്കുന്നതാണ്. അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങളിലെയും വിവിധ സാഹിത്യങ്ങളിൽ നിന്നും ഇത് വളരെ വ്യക്തമായ നിലയിൽ പ്രകടമാകുന്നതാണ്. അള്ളാഹുവിന്റെ സമക്ഷത്തിൽ എതിരാളികളുടെ വായടപ്പിക്കുന്നതിനും ദൈവീക സഹായമാകുന്ന അടയാളത്തിനും വേണ്ടി അദ്ദേഹത്തിന്റെ ഒരുപാട് ദുആകൾ കാണാൻ സാധിക്കുന്നതാണ്. അത് തന്റെ പൊങ്ങച്ചത്തിന് വേണ്ടിയായിരുന്നില്ല, മറിച്ച് ഇസ്ലാമിന്റെയും റസൂൽ തിരുമേനിയുടെയും മഹത്വം സ്ഥാപിക്കുന്നതിന് വേണ്ടിയായിരുന്നു. അദ്ദേഹത്തിൽ ഒരു വ്യാകുലതയും ഒരാവേശവും ഉണ്ടായിരുന്നു. അതുമൂലമാണ് അവിടുന്ന് ദുആ ചെയ്തുകൊണ്ടിരുന്നത്. ഈ അടയാളങ്ങളിൽ ഒരു അടയാളം അദ്ദേഹത്തിന്റെ ദുആയുടെ ഫലമായി അള്ളാഹു മാർഗനിർദ്ദേശം നൽകിക്കൊണ്ട് പറയുകയുണ്ടായി, ഹോഷിയാർപൂരിൽ പോവുക, അവിടെ ധ്യാനനിരതനായിരിക്കുക. ഈ തപോയജ്ഞത്തിൽ ഒരടയാളം അള്ളാഹു അദ്ദേഹത്തിന് നൽകുകയുണ്ടായി. അതൊരു വാഗ്ദത്ത പുത്രനെ കുറിച്ചായിരുന്നു. അതെല്ലാ അഹമ്മദികൾക്കും മുസ്ലിം മൗദിനെ കുറിച്ചുള്ള പ്രവചനം എന്ന പേരിൽ പരിചയമുള്ളതാണ്. ഇതൊരു മഹത്തായ പ്രവചനമാണ്. ഒരു നിശ്ചിത കാലയളവിൽ പുത്രന്റെ ജനനം, അവനിൽ പ്രത്യേകതകൾ ഉണ്ടാകൽ, അതിനെക്കുറിച്ച് പ്രവചനത്തിൽ പറഞ്ഞിരുന്നു. അവന് ദീർഘായുസ് ലഭിക്കുക എന്നത്, ഈ എല്ലാ കാര്യങ്ങളും ഒരു മഹത്തായ പ്രവചനത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. പിന്നീട് വരുന്നവരെ സംബന്ധിച്ചിടത്തോളം ഈ പ്രവചനം തീർച്ചയായും ഈമാനിക വർധനവിന് കാരണമാണ്. ആരാണോ ഈ പ്രവചനത്തിലെ ഓരോ വാക്കുകളും പുലരുന്നതായി കണ്ടത്, ഹദ്രത്ത് മസീഹ് മൗദ് അലൈഹി ഇസ്ലാമിന്റെ ഈ വാഗ്ദത്ത പുത്രന്റെ വിവിധ പ്രവർത്തനങ്ങളെ കുറിച്ച് ഈ പ്രവചനത്തിൽ പറഞ്ഞിരുന്നു. അത് മുസ്ലിം മൗദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ വ്യക്തിത്വത്തിൽ പൂർത്തിയാകുന്നതായി കാണാൻ സാധിച്ചത്. എന്നിരുന്നാലും ഇപ്പോൾ ഞാൻ ഈ പ്രവചനത്തിലെ വാക്കുകൾ നിങ്ങൾക്ക് മുമ്പിൽ വെക്കാം. പല പ്രാവശ്യം നാം കേൾക്കാറുണ്ട്. ഇനി യോഗമുണ്ടാകുമ്പോഴും, കാരണം ഫെബ്രുവരി 20 നടക്കുന്ന യോഗത്തിലും നിങ്ങൾ കേൾക്കും. മജ്മുഅ ഇഷ്തിഹാറാത്തിലാണ് ഈ വാചകങ്ങൾ ഉള്ളത്. അവിടുന്ന് എഴുതുന്നു, സർവശക്തനും മഹോന്നതനും കാരുണ്യവാനും മഹത്വമുടയവനും പ്രതാപവാനും എല്ലാ കാര്യത്തിനും കഴിവുള്ളവനുമായ അള്ളാഹു തന്റെ ഇൽഹാമിലൂടെ എന്നെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു, ഞാൻ നിനക്ക് അനുഗ്രഹത്തിന്റെ ഒരു അടയാളം നൽകുന്നു. നീ എന്നോട് ചോദിച്ചത് പ്രകാരം ഞാൻ നിന്റെ വിലാപങ്ങൾ കേൾക്കുകയും എന്റെ കാരുണ്യത്താൽ നിന്റെ പ്രാർത്ഥനകൾക്ക് സ്വീകാരം നൽകുകയും നിന്റെ യാത്ര, അതിനെക്കുറിച്ച് ഞാൻ പറയുകയുണ്ടായി, ഹോഷിയാർപൂരിലെയും ലുധിയാനയിലെയും യാത്ര തപോയജ്ഞത്തിനായി നിനക്ക് അനുഗ്രഹമാക്കുകയും ചെയ്തിരിക്കുന്നു. അത്ഭുത ശക്തിയുടെയും ഔദാര്യത്തിന്റെയും സായുജ്യത്തിന്റെയും അടയാളം നിനക്ക് നൽകുന്നു. വരപ്രസാദത്തിന്റെയും അനുഗ്രഹവായ്പിന്റെയും അടയാളം നിനക്ക് ലഭിക്കുന്നു. വിജയങ്ങളുടെ കുഞ്ചിക നിനക്ക് കരസ്ഥമാവുകയാണ്. അല്ലയോ ജയശാലി, നിനക്ക് സമാധാനം. ജീവിതത്തെ ആഗ്രഹിക്കുന്നവർക്ക് മരണത്തിന്റെ പിടിയിൽ നിന്ന് രക്ഷ ലഭിക്കാനും കബറുകളിൽ മറവു ചെയ്യപ്പെട്ടവർ പുറത്തു വരുമാറാകാനും ഇസ്ലാം മതത്തിന്റെ മേന്മയും ദൈവവചനത്തിന്റെ പെരുമയും ജനങ്ങൾക്ക് വെളിപ്പെടുന്നതിനും ഞാൻ സർവശക്തനും ഇച്ഛിക്കുന്നത് ചെയ്യുന്നവനാണെന്ന് ലോകത്തിന് മനസ്സിലാകുന്നതിനും ഞാൻ നിന്നോടൊപ്പമാണെന്ന് അവർക്ക് ദൃഢബോധ്യം വരുന്നതിനും ദൈവത്തിന്റെ അസ്തിത്വത്തിൽ വിശ്വസിക്കുന്നവർക്കും ദൈവത്തിന്റെ മതത്തെയും ഗ്രന്ഥത്തെയും പരിശുദ്ധ പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിഷേധിക്കുകയും കള്ളവാദിയായി ചിത്രീകരിക്കുകയും ചെയ്യുന്നവർക്കും തുറന്ന ഒരു ദൃഷ്ടാന്തമായിരിക്കുന്നതിനും കുറ്റവാളികളുടെ മാർഗം വെളിപ്പെടുമാറാകുന്നതിനു വേണ്ടിയത്രേ ഇപ്രകാരം അരുളിയിട്ടുള്ളത്. ആകയാൽ നിനക്ക് സുവിശേഷമായിരിക്കട്ടെ, പ്രതാപവാനും പരിശുദ്ധനുമായ ഒരു പുത്രൻ നിനക്ക് നൽകപ്പെടും.
ഒരു പാവനപുത്രൻ നിനക്ക് ലഭിക്കുന്നതാണ്. ആ കുട്ടി നിന്റെ ബീജത്തിൽ നിന്നും നിന്റെ സന്തതിയിൽ നിന്നുള്ളവൻ തന്നെയായിരിക്കും. സുന്ദരനായ പരിശുദ്ധ സുധൻ, നിന്റെ വിരുന്നുകാരൻ ഇതാ വരുന്നു. അവന്റെ പേർ ഇമ്മാനുവൽ എന്നും ബഷീർ എന്നുമാണ്. അവന് പാവനമായ ആത്മാവ് നൽകപ്പെട്ടിരിക്കുന്നു. അവൻ അശുദ്ധികളിൽ നിന്നെല്ലാം അതീതനായിരിക്കും. അവൻ ദൈവത്തിന്റെ പ്രഭ ആയിരിക്കും. ആകാശത്തിൽ നിന്ന് വരുന്നവൻ അനുഗ്രഹീതൻ. അവന്റെ വരവോടുകൂടി വരുന്നവനോടൊപ്പം അനുഗ്രഹമുണ്ട്. അവൻ പ്രതാപവും പ്രഭാവവും ഐശ്വര്യവും ഉള്ളവനായിരിക്കും. അവൻ ലോകത്ത് വന്ന് തന്റെ മസിഹി ഗുണവും റൂഹുൽ ഹക്കിന്റെ അനുഗ്രഹവും മുഖേന അനേകരുടെ രോഗത്തെ സുഖപ്പെടുത്തും. അവൻ കലിമത്തുള്ള അള്ളാഹുവിന്റെ വചനമാകുന്നു. എന്തുകൊണ്ടെന്നാൽ ദൈവത്തിന്റെ അനുഗ്രഹവും അവന്റെ മഹത്വത്തിന്റെ വചനത്താൽ അയച്ചിരിക്കുന്നു. അവൻ വലിയ ബുദ്ധിശാലിയും കാര്യജ്ഞനും സഹനശീലനും ആയിരിക്കും. ലൗകികവും ആത്മീയവുമായുള്ള വിദ്യകളാൽ അവൻ നിറക്കപ്പെടും. അവൻ 3-നെ 4 തിങ്കളാഴ്ച, അനുഗ്രഹീതപൂർണമായ തിങ്കളാഴ്ച, വാത്സല്യപുത്രൻ, മഹാഭാഗ്യവാനായുള്ളവൻ, ആത്യന്തരഹിതനായ ദൈവം പ്രത്യക്ഷപ്പെടുന്ന സ്ഥാനവും സത്യത്തിന്റെയും ഔന്നിത്യത്തിന്റെയും നിലയനവും ആയുള്ളവൻ. അള്ളാഹു ആകാശത്തിൽ നിന്നിറങ്ങിയതുപോലെ അവന്റെ ആവിർഭാവം എത്രയും അനുഗ്രഹീതവും ദൈവത്തിന്റെ പ്രതാപം വെളിപ്പെടുത്തുന്നതിന് കാരണവുമായിരിക്കും. ഏതൊരുവൻ ദൈവം തന്റെ അഭീഷ്ടമാകുന്ന പരിമിളം കൊണ്ട് പരിലിപ്തമാക്കിയിരിക്കുന്നുവോ ആ പ്രഭാശാലി വരുന്നു. നാം നമ്മുടെ വചനം അവനിൽ ആക്കും. അവന്റെ തലക്കുമീതെ ദൈവത്തിന്റെ നിഴൽ ഉണ്ടാകും. അവൻ വേഗം വേഗം വളർന്നു വരികയും ബന്ധനസ്ഥരുടെ മോചനത്തിന് കാരണമാവുകയും ചെയ്യും. ഭൂമിയുടെ കോണുകളോളെല്ലാം അവൻ കീർത്തി പ്രാപിക്കും. ജാതികൾ അവങ്കലിൽ നിന്ന് അനുഗ്രഹം കൈക്കൊള്ളും. അനന്തരം അവൻ സ്വർഗത്തിൽ തനിക്കുള്ള ആത്മസ്ഥാനത്തേക്ക് കരേറ്റപ്പെടും. ഇത് വിധിച്ചുപോയ കാര്യമാകുന്നു. മജ്മുഇ ആറാത്തിന്റെ 1-ാം വാല്യത്തിൽ ഇതെല്ലാം തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ പ്രവചനത്തിന്റെ പൂർത്തീകരണം ഞാൻ പറഞ്ഞതുപോലെ തീർച്ചയായും ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹ് സാനി തന്നെയായിരുന്നു. അള്ളാഹു അദ്ദേഹത്തിന് താങ്കൾ തന്നെയാണ് മുസ്ലിം മൗദ് എന്ന് അറിയിച്ചു കൊടുത്തപ്പോൾ 1944 അദ്ദേഹം സ്വയം തന്നെ ആ കാര്യം പ്രഖ്യാപിക്കുകയുണ്ടായി. ഞാൻ പറഞ്ഞതുപോലെ ഈ പ്രവചനം പൂർത്തിയായതിന്റെ സന്തോഷത്തിലാണ് മുസ്ലിം മൗദ് ദിനയോഗം നടത്തുന്നത്. ഏതാനും ദിവസങ്ങളിൽ ഈ യോഗം വിവിധ ജമാഅത്തുകളിൽ നടത്തപ്പെടും. ജമാഅത്തിലെ ഓരോ വ്യക്തിയും അറിയുന്നതിനു വേണ്ടി ഒരു മഹത്തായ പ്രവചനമായിരുന്നു. വലിയ പ്രതാപത്തോടെ അത് പുലർന്നു. ഇവിടെ സാന്ദർഭികമായി ഭൗതിക സാഹചര്യത്തിന്റെ സ്വാധീനത്തിൽപ്പെട്ട ആളുകൾക്ക് വേണ്ടി ഞാൻ പറയുന്നു. ഇതിനു മുമ്പും ഞാൻ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. വീണ്ടും ചോദ്യങ്ങൾ ചോദിച്ചു കൊണ്ടിരിക്കും. തങ്ങളുടെ ജന്മദിനം ആഘോഷിക്കുന്നതിനെ കുറിച്ചാണ് ഇവർ ചോദിക്കാറുള്ളത്. അത്തരക്കാരുടെ ദീനി ജ്ഞാനവും പൂർണ്ണമല്ല. ഞാൻ പറഞ്ഞതുപോലെ ഭൗതികതയുടെ സ്വാധീനത്തിലുമാണ്. അവർ പറയുന്നു, നാം മുസ്ലിം മൗദിന്റെ ദിനം ആചരിക്കുന്നുണ്ട് എങ്കിൽ മറ്റു ഖലീഫമാരുടേത് എന്തുകൊണ്ട് ആചരിക്കുന്നില്ല, ആഘോഷിക്കുന്നില്ല? അതുപോലെ തന്നെ ജന്മദിനം എന്തുകൊണ്ട് ആഘോഷിക്കുന്നില്ല? അതായത് മറ്റു ഖലീഫമാരുടെ ജന്മത്തിന്റെ മറപിടിച്ചുകൊണ്ട് തങ്ങളുടെ ജന്മദിനം ആഘോഷിക്കുന്നതിലേക്കാണ് പോകുന്നത്. ഇവിടെ ഈ കാര്യം വ്യക്തമാക്കാൻ ആഗ്രഹിക്കുകയാണ്. ഹസ്രത്ത് മിർസ ബഷീറുദ്ദീൻ മഹ്മൂദ് അഹമ്മദിന്റെ ജന്മദിനം ആഘോഷിക്കാറില്ല. ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹ് സാനിയുടെ ജനനം 1889 ജനുവരി 12 ഈ അതിമഹത്തായ പ്രവചനം അദ്ദേഹത്തിന്റെ ജനനത്തിന് 3 വർഷം മുമ്പാണുള്ളത്. ആ പ്രവചനത്തിന്റെ ദിവസമാണ് ആഘോഷിക്കുന്നത്. അത് 1886 ഫെബ്രുവരി 20 നടത്തിയത്. ഇസ്ലാമിന്റെ പുനരുജ്ജീവനത്തെ കുറിച്ചുള്ളതായിരുന്നു ഈ പ്രവചനം. അതുകൊണ്ട് തന്നെ ഈ പ്രവചനത്തിന് ഒരു അടിസ്ഥാന ശിലയുടെ സ്ഥാനമാണുള്ളത്. ഈ വിശദീകരണത്തിന് ശേഷം ഞാൻ ഈ പ്രവചനത്തിലെ 2 കാര്യങ്ങൾ മാത്രം എടുക്കുന്നതായിരിക്കും. ഈ പ്രവചനത്തിന് ഒരുപാട് വശങ്ങളുണ്ട്, അതെല്ലാം വിവരിക്കാറുണ്ട്. എന്നാൽ ഈ സമയത്ത് ഞാൻ 2 കാര്യങ്ങൾ വിവരിക്കുന്നതായിരിക്കും. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ആരെയാണ് മുസ്ലിം മൗദായി നിശ്ചയിച്ചത്? അതുപോലെ തന്നെ സ്വയം മുസ്ലിം മൗദിന്റെ അവസ്ഥ, അദ്ദേഹത്തിന്റെ ഹൃദയത്തിന്റെ അവസ്ഥ, ഇസ്ലാമിനെ കുറിച്ച്, റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച്, മുസ്ലിം ഉമ്മത്തിനെ കുറിച്ച് എന്തായിരുന്നു? ഈ പ്രവചനത്തിലെ മറ്റു വാചകങ്ങൾ ഓരോന്നായി എടുത്ത് സംസാരിക്കാൻ സമയമില്ല. ഏകദേശം ഇത് 52 പോയിന്റുകൾ ഉണ്ടാകും.
എന്നിരുന്നാലും ഞാൻ പറഞ്ഞതുപോലെ ഈ രണ്ട് കാര്യങ്ങൾ വിവരിക്കുന്നതായിരിക്കും. ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം സ്വയം ഹസ്രത്ത് മിർസ ബഷീറുദ്ദീൻ മഹ്മൂദ് അഹമ്മദ് റളിയല്ലാഹു തആല അൻഹുവിനെ മുസ്ലിം മൗദിനെ കുറിച്ചുള്ള പ്രവചനത്തിന്റെ പൂർത്തീകരണമായിട്ടാണ് നിശ്ചയിച്ചിട്ടുള്ളത്. അവിടുന്ന് അങ്ങനെയാണ് മനസ്സിലാക്കിയിരുന്നത്. അദ്ദേഹം പറയുന്നു, അദ്ദേഹത്തിന്റെ ഗ്രന്ഥമായ തിരിയാക്കുൽ കുലൂബിൽ, അത് റുഹാനി ഖസായിന്റെ 15-ാം വാല്യത്തിലാണുള്ളത്, അതിന്റെ 219-ാമത്തെ പേജിൽ, എന്റെ മൂത്ത പുത്രനായ മഹ്മൂദിന്റെ ജനനത്തെക്കുറിച്ച് 1888 ജൂലൈ 10 വിളംബരത്തിൽ, അതായത് 10 ജൂലൈ 1888 വിളംബരത്തിൽ, അതുപോലെ തന്നെ 1888 ഡിസംബർ 1 പച്ച നിറത്തിലുള്ള കടലാസിൽ അച്ചടിച്ച വിളംബരത്തിൽ പ്രവചനം നടത്തുകയുണ്ടായി. പച്ച നിറത്തിലുള്ള വിളംബരത്തിൽ ഇതുകൂടി എഴുതിയിരുന്നു, ഈ ജനിക്കാൻ പോകുന്ന പുത്രനെ മഹ്മൂദ് എന്ന് നാമകരണം ചെയ്യുന്നതായിരിക്കും. ഈ വിളംബരം മഹ്മൂദ് ജനിക്കുന്നതിന് മുമ്പ് തന്നെ ലക്ഷക്കണക്കിന് ജനങ്ങളിൽ വിതരണം ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ എതിരാളികളുടെ വീടുകളിൽ ആ നൂറുകണക്കിന് ഈ പച്ച നിറത്തിലുള്ള വിളംബരം ഇപ്പോഴും ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ 1888 ജൂലൈ 10 വിളംബരവും എല്ലാവരുടെയും വീട്ടിലുണ്ടാവും. പിന്നീട് ഈ പ്രവചനത്തിന്റെ പ്രസിദ്ധി വിളംബരത്തിലൂടെ പൂർണ്ണമായ നിലയിൽ എത്തിച്ചേർന്നപ്പോൾ മുസ്ലിങ്ങളിലും ഹിന്ദുക്കളിലും ക്രിസ്ത്യാനികളിലും ഒരു വിഭാഗവും തന്നെ ഇതിനെക്കുറിച്ച് അറിയാത്തവരായി ബാക്കിയാകാതിരിക്കുകയും ചെയ്തപ്പോൾ അള്ളാഹുവിന്റെ അനുഗ്രഹത്താലും കാരുണ്യത്താലും ജനുവരി 12, 1889 1306 ഹിജ്രി ജമാദിയൽ അവൽ 9 വ്യാഴാഴ്ച ദിവസം മഹ്മൂദ് ജനിച്ചു. ഈ വിളംബരത്തിൽ ഞാൻ അവന്റെ ജനനത്തെക്കുറിച്ച് അറിയിച്ചിരുന്നു. അതിന്റെ ശീർഷകം തക്മീലെ തബ്ലീഗ് എന്ന് വലിയ അക്ഷരത്തിൽ എഴുതിയിരുന്നു. അതിൽ ബയ്യത്തിന്റെ 10 നിബന്ധനകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിന്റെ 4-ാമത്തെ പേജിൽ വാഗ്ദത്ത പുത്രനെ കുറിച്ചുള്ള ഈ ഇൽഹാം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് ഫാർസിയിലാണ്. എ ഫഖ്റെ റസൂൽ കുർബ് തൂ മാലൂം ശുദ് ബേരാംദ ബേരാഹ് ദോ റാംദ. അതായത്, അല്ലയോ പ്രവാചകന്മാരുടെ അഭിമാനമേ, അള്ളാഹുവിന്റെ പക്കലുള്ള നിന്റെ സാമീപ്യത്തിന്റെ സ്ഥാനം എനിക്കറിയാൻ കഴിഞ്ഞിരിക്കുന്നു. നീ വൈകി വന്നവനാണ്, വിദൂര വഴിയിലൂടെ വന്നവനാണ്. പിന്നീട് തന്റെ സിറാജെ മുനീർ എന്ന ഗ്രന്ഥത്തിൽ റുഹാനി ഖസായിന്റെ 12-ാം വാല്യത്തിൽ 36-ാമത്തെ പേജിൽ എഴുതുന്നു, 5-ാമത്തെ പ്രവചനം ഞാൻ എന്റെ മകൻ മഹ്മൂദിന്റെ ജനനത്തെക്കുറിച്ചാണ് ചെയ്തിരുന്നത്. അവൻ അടുത്ത് ജനിക്കുന്നതായിരിക്കും. അവന് മഹ്മൂദ് എന്ന് നാമകരണം ചെയ്യും. ഈ പ്രവചനത്തിന്റെ പ്രസിദ്ധീകരണത്തിനായി പച്ച നിറത്തിലുള്ള കടലാസ് പ്രസിദ്ധീകരിച്ചിരുന്നു. അത് ഇപ്പോഴുമുണ്ട്. ആയിരക്കണക്കിന് ജനങ്ങളിൽ വിതരണം ചെയ്തിരുന്നു. അങ്ങനെ ആ പുത്രൻ പ്രവചനത്തിന്റെ കാലപരിധിയിൽ ജനിച്ചു. ഇപ്പോൾ അവന് 9 വയസ്സാണ്. പിന്നീട് റുഹാനി ഖസായിനിലെ 22-ാം വാല്യത്തിലുള്ള ഹഖീഖത്തുൽ വഹി എന്ന ഗ്രന്ഥത്തിലെ 373-ാമത്തെ പേജിൽ പറയുന്നു, അതുപോലെ തന്നെ എന്റെ മകൻ വഫാത്തായപ്പോൾ വിഡ്ഢികളായ മൗലവിമാരും, അതായത് ഇദ്ദേഹത്തിന് മുമ്പുണ്ടായിരുന്ന പുത്രൻ വഫാത്തായപ്പോൾ വിഡ്ഢികളായ മൗലവിമാരും അവരുടെ സുഹൃത്തുക്കളും ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും അവന്റെ മരണത്തിൽ ഒരുപാട് സന്തോഷം പ്രകടിപ്പിച്ചു. തുടർച്ചയായി അവരോട് പറഞ്ഞുകൊണ്ടിരുന്നു, 1886 ഫെബ്രുവരി 20 ഈ പ്രവചനം കൂടിയുണ്ട്, ചില പുത്രന്മാർ വഫാത്താകുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു കുട്ടിക്കാലത്ത് വഫാത്താകേണ്ടതും നിർബന്ധമായിരുന്നു. എന്നിട്ടും അവർ അതേ ആരോപണം ഉന്നയിക്കുന്നതിൽ നിന്നും വിട്ടുനിന്നില്ല. അപ്പോൾ അള്ളാഹു മറ്റൊരു പുത്രനെ കുറിച്ച് എനിക്ക് സന്തോഷ വാർത്ത നൽകി. അങ്ങനെ എന്റെ ഹരിത വിളംബരത്തിന്റെ 7-ാം പേജിൽ ഈ മകന്റെ ജനനത്തെക്കുറിച്ച് ഇപ്രകാരം സന്തോഷ വാർത്തയുണ്ട്. 2-ാം ബഷീർ നൽകുന്നതായിരിക്കും. അവന്റെ 2-ാമത്തെ പേര് മഹ്മൂദ് എന്നാണ്. എന്തായിരുന്നാലും അവൻ ഇതുവരെ, അതായത് 1888 സെപ്റ്റംബർ 1 വരെ ജനിച്ചിട്ടില്ല. എന്നാൽ അള്ളാഹുവിന്റെ വാഗ്ദാനം അനുസരിച്ച് നിശ്ചിത കാലയളവിൽ തീർച്ചയായും ജനിക്കും. ആകാശഭൂമികൾ മാറിപ്പോകാം, എന്നാൽ അവന്റെ വാഗ്ദാനം മാറിപ്പോകൽ അസാധ്യമാണ്.
ഇതാണ് ഹരിത വിളംബരത്തിലെ 7-ാം പേജിലെ ഉദ്ധരണി. ഇത് ഹക്കീക്കത്തുൽ വഹിയിൽ ഉദ്ധരിക്കുകയാണ്. ഇതനുസരിച്ച് 1889 ജനുവരിയിൽ പുത്രൻ ജനിച്ചു. അവന്റെ പേര് മഹ്മൂദ് എന്ന് ചെയ്തു. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഇതുവരെ ജീവനോടെയുണ്ട്. 17-ാമത്തെ വയസ്സാണ്. പിന്നീട് റുഹാനി ഖസായിന്റെ 15-ാം വാല്യത്തിലെ തരിയാഖുൽ ഖുലൂബ് എന്ന ഗ്രന്ഥത്തിന്റെ 214-ാമത്തെ പുറത്ത് പറയുന്നു, എന്റെ മൂത്ത പുത്രൻ ജീവനോടെയുണ്ട്. അവന്റെ പേര് മഹ്മൂദ് എന്നാണ്. ഇപ്പോൾ അവൻ ജനിച്ചിരുന്നില്ല. എനിക്ക് കശ്ഫിലൂടെ അവന്റെ ജനനത്തെക്കുറിച്ച് അറിയിപ്പ് ലഭിച്ചു. ഞാൻ മസ്ജിദിന്റെ ചുമരിൽ അവന്റെ പേർ മഹ്മൂദ് എന്ന് എഴുതിയതായി കണ്ടു. അപ്പോൾ ഞാൻ ഈ വിളംബരം പ്രസിദ്ധീകരിക്കുന്നതിനായി പച്ച നിറത്തിലുള്ള ഒരു വിളംബരം അച്ചടിച്ചു. അതിന്റെ പ്രസിദ്ധീകരണ തീയതി 1888 ഡിസംബർ 1 ഈ വിളംബരം 1888 ഡിസംബർ 1 ആയിരക്കണക്കിന് ആളുകളിൽ വിതരണം ചെയ്തു. അതിലെ ഒരുപാട് വിളംബരങ്ങൾ ഇപ്പോഴും എന്റെ പക്കലുണ്ട്. പിന്നീട് സമീമ 5-ാമേ ആത്തമിൽ, ഇത് റുഹാനി ഖസായിന്റെ 11-ാം വാല്യത്തിലാണുള്ളത്. അതിന്റെ 289-ാമത്തെ പേജിൽ അവിടുന്ന് പറയുന്നു, പിന്നീട് മറ്റൊരു അടയാളം ഇതാണ്, എന്റെ ഇപ്പോഴുള്ള 3 പുത്രന്മാർ ഓരോരുത്തരുടെയും ജനനത്തിനു മുമ്പ് അവരുടെ വരവിനെ കുറിച്ച് അറിയിച്ചിരുന്നു. അങ്ങനെ മഹ്മൂദ് എന്ന മൂത്ത പുത്രന്റെ ജനനത്തെക്കുറിച്ച് ഈ ഹരിത വിളംബരത്തിൽ ആദ്യം വഫാത്തായ മകനെ കുറിച്ചുള്ള വിളംബരത്തോടൊപ്പം മഹ്മൂദിനെ കുറിച്ചുള്ള പ്രവചനവുമുണ്ട്. അത് ഗ്രന്ഥരൂപത്തിൽ ഒരുപാട് പുറങ്ങളുള്ള പച്ച നിറത്തിലുള്ള വിളംബരമാണ്. ഹസ്രത്ത് മസീഹ് മൗദ് അലൈഹി ഇസ്ലാം തന്റെ മകൻ ഹസ്രത്ത് മിർസ ബഷീറുദ്ദീൻ മഹ്മൂദ് അഹമ്മദിനെ വാഗ്ദത്ത പുത്രന്റെ പൂർത്തീകരണമായിട്ടാണ് മനസ്സിലാക്കിയിരുന്നത്. ആരാണോ ലോകത്ത് ഒരു വിപ്ലവം സംജാതമാക്കിയത്? ഇന്ന് ചില ആളുകൾ ആരോപണം ഉന്നയിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ വിശദീകരണം നൽകിയത്. ഹദ്റത്ത് ഖലീഫത്തുൽ മസീഹ് സാനി അൽ മുസ്ലിം മൗദിന്റെ 52 വർഷത്തെ ഖിലാഫത്ത് കാലഘട്ടം ഈ മഹത്തായ പ്രവചനത്തിന്റെ പൂർത്തീകരണത്തിന്റെ വ്യക്തമായ തെളിവാണ്. അദ്ദേഹത്തിന്റെ ലിഖിതങ്ങളിലും അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങളിലും ഇസ്ലാമിന്റെയും റസൂൽ തിരുമേനിയുടെയും സ്ഥാനം ലോകത്ത് സ്ഥാപിക്കുന്നതിനായി അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ ഉണ്ടായിരുന്ന വേദന കൊണ്ട് നിറഞ്ഞു തുളുമ്പുന്നവയാണ്. അദ്ദേഹത്തിന്റെ അറിവും ആത്മീയജ്ഞാനവും അള്ളാഹു അദ്ദേഹത്തിൽ ആന്തരികവും ബാഹ്യവുമായ അറിവുകൾ നിറച്ചിരുന്നുവെന്നതിന് പ്രകടമായ തെളിവാണ്. ചുരുക്കത്തിൽ 52 അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ 58 പ്രത്യേകതകൾ വിവരിക്കാറുള്ളത്. അവ പരിശോധനാ വിധേയമാക്കുകയാണെങ്കിൽ പ്രവചനത്തിലുള്ള ഓരോ പ്രത്യേകതകളിലും നമുക്ക് ഹസ്രത്ത് മുസ്ലിം മൗഊദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ജീവിതത്തിൽ കാണാൻ സാധിക്കും. ഞാൻ പറഞ്ഞതുപോലെ ഇത് സംബന്ധമായും ഞാൻ ചില കാര്യങ്ങൾ പറയുന്നതായിരിക്കും. ഞാൻ അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങളിലെയും ലിഖിതങ്ങളിലെയും ഏതാനും ഉദ്ധരണികൾ കേൾപ്പിക്കാം. അതിൽ നിന്ന് നമുക്ക് അദ്ദേഹത്തിന്റെ ദൃഢനിശ്ചയവും അദ്ദേഹം ദൃഢനിശ്ചയമുള്ളവനായിരിക്കും എന്ന ഗുണത്തെയും മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഒരു സ്ഥലത്ത് തന്റെ പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്നു, അള്ളാഹുവിന്റെ പ്രവാചകൻ ആഗതനാകുമ്പോൾ അദ്ദേഹത്തിന്റെ ജമാഅത്തിൽ പ്രവേശിക്കുന്ന ഓരോരുത്തരും ദീനിന്റെ ജോലി ഞാനല്ലാതെ മറ്റാരും തന്നെ ചെയ്യാനില്ല എന്ന് മനസ്സിലാക്കുന്നു. അവർ ഈ കാര്യം മനസ്സിലാക്കുമ്പോൾ ഈ കാര്യത്തിന്റെ പര്യവസാനത്തിനായി അവർ തങ്ങളുടെ മുഴുവൻ കഴിവുകളും വിനിയോഗിക്കുന്നു. എന്നല്ല, അവർ ഭ്രാന്തരായിത്തീരുന്നു എന്ന് പറയേണ്ടി വരും. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം വഫാത്തായപ്പോൾ ഞാൻ ഈ വിധത്തിലുള്ള ശബ്ദങ്ങൾ കേട്ടു. അതായത് അദ്ദേഹത്തിന്റെ മരണം അസമയത്താണ് സംഭവിച്ചത്. അങ്ങനെ പറയുന്നവർ നഊദുബില്ലാ അദ്ദേഹം കള്ളവാദിയാണ് എന്നല്ല പറഞ്ഞിരുന്നത്. കാരണം ഇവർ വിശ്വസിച്ചിരുന്നു അഹമ്മദികളിൽ നിന്നാണ് ശബ്ദമുയർന്നിരുന്നത്. എന്നാൽ ഇതാണ് പറഞ്ഞിരുന്നത്, അദ്ദേഹം അള്ളാഹുവിന്റെ സന്ദേശം വേണ്ട വിധം എത്തിച്ചിരുന്നില്ല, നല്ല പോലെ എത്തിച്ചിരുന്നില്ല. അപ്പോഴാണ് മരണം സംഭവിച്ചത്. അതുപോലെ തന്നെ അവിടുത്തെ ചില പ്രവചനങ്ങളും പൂർത്തിയായിട്ടില്ല. പറയുന്നു, എന്റെ പ്രായം ആ സമയത്ത് 19 വയസ്സായിരുന്നു. ഞാൻ ഈ വിധത്തിലുള്ള വാക്കുകൾ കേട്ടപ്പോൾ ഞാൻ അദ്ദേഹത്തിന്റെ മൃതശരീരത്തിന്റെ തലഭാഗത്ത് പോയി നിന്നു. ഞാൻ അള്ളാഹുവിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഇപ്രകാരം ദുആ ചെയ്തു, അല്ലയോ അള്ളാഹുവേ, ഇത് നിന്റെ പ്രേമഭാജനമായിരുന്നു. ഇദ്ദേഹം ജീവനോടെ ഇരുന്നിടത്തോളം കാലം നിന്റെ ദീനിന് വേണ്ടി പരിധിയില്ലാതെ ത്യാഗങ്ങൾ ചെയ്തു. ഇപ്പോൾ നീ അദ്ദേഹത്തെ നിന്റെ അടുക്കലേക്ക് വിളിച്ചപ്പോൾ
ജനങ്ങൾ പറയുന്നു, ഇദ്ദേഹത്തിന്റെ മരണം അസമയത്താണ് സംഭവിച്ചത്. ഒരുപക്ഷെ ഇങ്ങനെ പറയുന്നവരും അവരുടെ കൂട്ടാളികളും അവരുടെ ഈ വാക്കുകൾ കൊണ്ട് വഴിതെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. ജമാഅത്തിന്റെ ഒരുമ തകർന്നു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അല്ലയോ അള്ളാഹുവേ, ഞാൻ നിന്നോട് പ്രതിജ്ഞ ചെയ്യുന്നു, അഥവാ മുഴുവൻ ജമാഅത്തും നിന്റെ ദീനിൽ നിന്ന് വ്യതിചലിച്ചാലും ഞാൻ ഇതിനു വേണ്ടി എന്റെ ജീവൻ സമർപ്പിക്കും. ആ സമയത്ത് ഞാൻ മനസ്സിലാക്കി, ഈ ജോലി ഞാൻ തന്നെ ചെയ്യണം. ഈ ഒരു കാര്യം 19-ാമത്തെ വയസ്സിൽ എന്റെ ഹൃദയത്തിനകത്ത് ഒരു അഗ്നി നിറക്കുകയുണ്ടായി. ഞാൻ എന്റെ മുഴുവൻ ആയുസ്സും ദീനീ സേവനത്തിൽ ചിലവഴിച്ചു. മറ്റെല്ലാ ലക്ഷ്യവും ഉപേക്ഷിച്ച് ഈ ലക്ഷ്യം മാത്രം മുന്നിൽ വെച്ചു. അതായത് ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാം ഏതൊരു പ്രവർത്തനത്തിന് വേണ്ടിയാണോ ആഗതരായത്, അത് ഇനി ഞാൻ തന്നെയാണ് ചെയ്യേണ്ടത്. എന്റെ ഹൃദയത്തിൽ ആ സമയത്തുണ്ടായ ദൃഢനിശ്ചയം ഇന്നുവരേക്കും അത് ഞാൻ എന്റെ അന്തരംഗത്തിൽ അത്ര തന്നെ മധുരിമയോടുകൂടി അനുഭവിക്കുന്നു. ആ സമയത്ത് അദ്ദേഹത്തിന്റെ മൃതശരീരത്തിന്റെ തലഭാഗത്ത് നിന്നുകൊണ്ട് ഞാൻ ചെയ്ത ആ പ്രതിജ്ഞ അത് മാർഗദർശനിയായിക്കൊണ്ട് എന്നെ നയിച്ചു കൊണ്ടിരിക്കുന്നു. എന്റെ ആ പ്രതിജ്ഞ തന്നെയാണ് എന്നെ ഇന്നുവരേക്കും എന്റെ ഉദ്ദേശത്തിൽ സ്ഥിരചിത്തതയോടെ നിലനിർത്തിയത്. എനിക്കെതിരിൽ എതിർപ്പിന്റെ നൂറുകണക്കിന് കൊടുങ്കാറ്റുകൾ വീശി, എന്നാൽ അവ ഈ പർവ്വതവുമായി കൂട്ടിമുട്ടി തങ്ങളുടെ തന്നെ ശിരസ് തകർത്ത് കളഞ്ഞു. ഏതൊന്നിലാണോ അള്ളാഹു എന്നെ എഴുന്നേൽപ്പിച്ചു നിർത്തിയിരുന്നത്, എതിരാളികളുടെ എല്ലാ പരിശ്രമങ്ങളും എല്ലാ തന്ത്രങ്ങളും എല്ലാ കുഴപ്പങ്ങളും അവർ എനിക്കെതിരെ ചെയ്തിരുന്നത് അവരിലേക്ക് തന്നെ വന്നുകൊണ്ടിരുന്നു. അള്ളാഹു തന്റെ പ്രത്യേകമായ അനുഗ്രഹങ്ങൾ കൊണ്ട് എനിക്ക് എല്ലാ അവസരങ്ങളിലും വിജയത്തിന്റെ മുഖം കാണിച്ചു തന്നു. ഏതുവരെ എന്നാൽ ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വഫാത്തിന്റെ അവസരത്തിൽ അദ്ദേഹത്തിന്റെ മരണം അസമയത്ത് സംഭവിച്ചു എന്ന് പറഞ്ഞവർ പോലും അദ്ദേഹത്തിന്റെ മിഷന്റെ വിജയം കണ്ടുകൊണ്ട് വിരൽ കടിക്കുന്നവരായി തീർന്നു. അദ്ദേഹത്തിന്റെ ഒരു മജ്ലിസിലെ പ്രസംഗമാണ് ഞാൻ വിവരിച്ചത്. അതിനുശേഷം അതിന്റെ തുടർച്ചയാണ്. അതിനുശേഷം അദ്ദേഹം ജമാഅത്തിനെയും ഉപദേശിച്ചു. ജമാഅത്തിലെ ഓരോ വ്യക്തികളുടെയും ഉത്തരവാദിത്വമാണ്. ദീനിന്റെ ജോലി അവർ തന്നെയാണ് ചെയ്യേണ്ടത് എന്ന ആത്മാവ് അവരിൽ ജനിപ്പിക്കണം. ഓരോരുത്തരും മനസ്സിലാക്കുക, ഇനി ദീനിന്റെ പ്രവർത്തനങ്ങളുടെ ഉത്തരവാദിത്വം ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മിഷനെ മുന്നോട്ട് നയിക്കേണ്ടതിന്റെ ഉത്തരവാദിത്വം എന്റേതാണ്. അതുകൊണ്ട് ഒരു പ്രതിജ്ഞ എടുക്കുക. ആരാണോ ഈ പ്രതിജ്ഞ എടുക്കുന്നത്, അതായത് എല്ലാ അവസ്ഥയിലും ഞാൻ ദീനിന് മുൻഗണന നൽകും, പറയുന്നു, അവർ ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിൽ വിശ്വസിച്ചതിന് ശേഷം ഏതൊരു ലക്ഷ്യമാണോ കരസ്ഥമാക്കേണ്ടിയിരുന്നത് ആ ലക്ഷ്യം കരസ്ഥമാക്കുന്നവരായി തീരും. നമ്മുടെ ലക്ഷ്യം ഇതാണ്, അദ്ദേഹത്തിന്റെ മിഷനെ മുന്നോട്ട് നയിക്കുക. പിന്നീട് പറയുകയുണ്ടായി, അഥവാ നമ്മിൽ ഈ ഒരു ആത്മാവ് ഉണ്ടായിത്തീർന്നാൽ നമ്മുടെ ഒരു ബുദ്ധിമുട്ടും നമുക്ക് ബുദ്ധിമുട്ടായി തോന്നുകയില്ല. മാർഗത്തിലെ എല്ലാ ബുദ്ധിമുട്ടുകളും നമുക്ക് നിസ്സാരമായി തോന്നും. പിന്നീട് ഇസ്ലാമിനും റസൂൽ തിരുമേനിക്കും വേണ്ടി അദ്ദേഹത്തിനുണ്ടായിരുന്ന ഹൃദയവേദന അദ്ദേഹം ഒരു സ്ഥലത്ത് പ്രകാരം വിവരിക്കുകയുണ്ടായി. പറയുന്നു, ഖലീഫത്തുൽ മസീഹ് സാനി, യഥാർത്ഥ കാര്യം ലോകത്ത് ഇസ്ലാമിന്റെ സ്ഥാപനമാണ്. യഥാർത്ഥ കാര്യം ലോകത്ത് ഇസ്ലാമിസ്ഥാന്റെ സ്ഥാപനമാണ്. നാം ഒരിക്കൽ കൂടി മുഴുവൻ മുസ്ലിങ്ങളെയും ഒരു കൈയിൽ ഒരുമിച്ച് കൂട്ടണം. നാം ഒരിക്കൽ കൂടി ഇസ്ലാമിന്റെ പതാക ലോകത്തിലെ മുഴുവൻ രാജ്യങ്ങളിലും പറത്തണം. നാം ഒരിക്കൽ കൂടി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാമം ബഹുമാനത്തോടും ആദരവോടും കൂടി ലോകത്തിലെ കോണുകളോളം എത്തിക്കണം. നമുക്ക് പാകിസ്ഥാന്റെ പതാക ഉയരുന്നതിലും സന്തോഷമുണ്ട്, നമുക്ക് ഈജിപ്തിന്റെ പതാക ഉയരുന്നതിലും സന്തോഷമുണ്ട്, നമുക്ക് അറേബ്യയുടെ പതാക ഉയരുന്നതിലും സന്തോഷമുണ്ട്, നമുക്ക് ഇറാന്റെ പതാക ഉയരുന്നതിലും സന്തോഷമുണ്ട്. എന്നാൽ നമുക്ക് യഥാർത്ഥത്തിലുള്ള സന്തോഷം മുഴുവൻ രാജ്യങ്ങളും പരസ്പരം ഒരുമിച്ച് നിന്നുകൊണ്ട് ഇസ്ലാമിസ്ഥാന്റെ അടിത്തറ പാകുമ്പോഴായിരിക്കും ഉണ്ടാവുക. നാം ഇസ്ലാമിനെ അതിന്റെ പൗരാണിക പ്രതാപത്തിൽ വീണ്ടും സ്ഥാപിക്കണം. നാം അള്ളാഹുവിന്റെ ഭരണം ലോകത്ത് സ്ഥാപിക്കണം. നാം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭരണം ലോകത്ത് സ്ഥാപിക്കണം. നാം നീതി ന്യായവും ലോകത്ത് സ്ഥാപിക്കണം. നാം നീതിയിലും ന്യായത്തിലും അധിഷ്ഠിതമായ പാകിസ്ഥാനെ ഇസ്ലാമിക യൂണിയന്റെ ആദ്യത്തെ ഏണിപ്പടിയാക്കണം. ഈ ഇസ്ലാമിസ്ഥാൻ തന്നെയായിരിക്കും ലോകത്ത് യഥാർത്ഥത്തിലുള്ള സമാധാനം സ്ഥാപിക്കുക. പാകിസ്ഥാനെ മുന്നോട്ട് നയിക്കുന്ന പൊതുജനങ്ങളും നേതാക്കന്മാരും പണ്ഡിതന്മാരും ഈ കാര്യം മനസ്സിലാക്കിയിരുന്നെങ്കിൽ
പറയുന്നു, എല്ലാവർക്കും അവരുടെ അവകാശങ്ങൾ നൽകും, യഥാർത്ഥ സമാധാനം നിലനാട്ടും. सिर्फ मक्का और मदीना ही इंशाल्लाह का റഷ്യയും അമേരിക്കയും പരാജയപ്പെട്ടിടത്ത് മക്കയും മദീനയും മാത്രം ഇൻഷാ അല്ലാ വിജയം വരിക്കും. പറയുന്നു, ഈ കാര്യങ്ങൾ ഈ സമയത്ത് ഒരു ഭ്രാന്തന്റെ ജൽപ്പനങ്ങളായി തോന്നിയേക്കാം. എന്നാൽ ലോകത്ത് അതിമഹത്തായ മാറ്റം വരുത്തുന്ന ഒരുപാട് ആളുകൾ അവർ ഭ്രാന്തന്മാർ എന്ന് തന്നെയാണ് വിളിക്കപ്പെട്ടിരുന്നത്. അതുകൊണ്ട് എന്നെയും ജനങ്ങൾ ഭ്രാന്തനെന്ന് വിളിച്ചാൽ എനിക്കതിൽ ലജ്ജിക്കേണ്ടതായി ഒന്നും തന്നെയില്ല. എന്റെ ഹൃദയത്തിൽ ഒരു അഗ്നിയുണ്ട്, ഒരു ജ്വലനമുണ്ട്, ഒരു ചൂടുണ്ട്. അത് എന്നെ മുഴുവൻ സമയവും അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഞാൻ ഇസ്ലാമിനെ അതിന്റെ അപമാനത്തിന്റെ സ്ഥാനത്ത് നിന്നും ഉയർത്തി അഭിമാനത്തിന്റെ സ്ഥാനത്ത് എത്തിക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ഒരിക്കൽ കൂടി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാമം ലോകത്തിന്റെ കോണുകളോളം പ്രചരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ഒരിക്കൽ കൂടി വിശുദ്ധ ഖുർആന്റെ ഭരണം ലോകത്ത് സ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്നു. എനിക്കറിയില്ല ഈ കാര്യം എന്റെ ജീവിതത്തിലായിരിക്കുമോ അതോ എനിക്ക് ശേഷമായിരിക്കുമോ. എന്നാൽ എനിക്കറിയാം, ഞാൻ ഇസ്ലാമിന്റെ അങ്ങേയറ്റം ഉയർന്ന കെട്ടിടത്തിൽ തന്റെ കൈകൊണ്ട് ഒരു ഇഷ്ടിക വെക്കാൻ ആഗ്രഹിക്കുന്നു. അതല്ലെങ്കിൽ അല്ലാഹു എത്ര ഇഷ്ടികകൾ വെക്കാനാണോ എനിക്ക് തൗഫീക്ക് നൽകുന്നത് അത്രത്തോളം ഇഷ്ടിക വെക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ഈ മഹോന്നതമായ കെട്ടിടം പൂർത്തിയാക്കാൻ ആഗ്രഹിക്കുന്നു. അതല്ലെങ്കിൽ ആ കെട്ടിടത്തെ എത്രത്തോളം ഉയർത്താനാണോ അല്ലാഹു എനിക്ക് തൗഫീക്ക് നൽകുന്നത് അത്രത്തോളം ഉയർത്താൻ ആഗ്രഹിക്കുന്നു. എന്റെ ശരീരത്തിന്റെ ഓരോ കണികയും എന്റെ ആത്മാവിന്റെ എല്ലാ ശക്തിയും ഈ പ്രവർത്തനത്തിൽ ചിലവഴിക്കപ്പെടും. ലോകത്തിലെ വലിയതിൽ വലിയതായ ശക്തിക്ക് പോലും എന്റെ ഈ ഉദ്ദേശത്തിൽ നിന്ന് എന്നെ തടയാൻ സാധ്യമല്ല. ഈ ദൃഢനിശ്ചയക്കാരനായ വാഗ്ദത്തപുത്രൻ തന്റെ ഹൃദയത്തിന്റെ വ്യാകുലത പൂർണ്ണമായും തുറന്നു നമ്മുടെ മുമ്പിൽ വെക്കുകയുണ്ടായി. ഇന്ന് മുസ്ലിം ദിനം ആഘോഷിക്കുന്ന നമ്മിൽ ഭൂരിപക്ഷം ഈ വ്യാകുലത നമ്മുടെ ഉള്ളിൽ ജനിപ്പിക്കുമ്പോഴായിരിക്കും നാം യഥാർത്ഥ രീതിയിൽ മുസ്ലിം ദിനം ആചരിക്കുന്നവരായി തീരുക. നമ്മുടെ ലക്ഷ്യം വളരെ ഉന്നതമാണ്, വളരെ ഉയർന്നതാണ്. അതിന്റെ പ്രാപ്തിക്കായി നാം ഉയർന്ന നിശ്ചയദാർഢ്യം കാണിക്കേണ്ടതുണ്ട്. നാം ഉന്നതമായ മാറ്റം നമ്മിൽ വരുത്തേണ്ടതായിട്ടുണ്ട്, പരിശുദ്ധമായ മാറ്റം വരുത്തേണ്ടതായിട്ടുണ്ട്. അള്ളാഹുമായി ഒരു ബന്ധം സ്ഥാപിച്ചെടുക്കണം. ഇസ്ലാമിനോടുള്ള വേദന നമ്മുടെ ഉള്ളിൽ ജനിപ്പിക്കേണ്ടതുണ്ട്. റസൂൽ തിരുമേനിയോടുള്ള പ്രേമം ഹൃദയത്തിൽ വേദന ജനിപ്പിച്ചുകൊണ്ട് പ്രകടമാക്കേണ്ടി വരും. അള്ളാഹു ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന് അളവറ്റ പ്രത്യേകതകളുടെ ഉടമസ്ഥനായ മകനെ കുറിച്ച് സന്തോഷ വാർത്ത നൽകുകയുണ്ടായി. അതിൽ ഈ ഒരു ഗഹനമായ അർത്ഥവും അടങ്ങിയിരുന്നു. നിന്റെ പരമ്പര നിന്നിൽ മാത്രം പരിമിതമായിരിക്കുകയില്ല. ഏതൊരു മിഷനോട് കൂടിയാണോ നീ എഴുന്നേറ്റത് അത് നിന്റെ ജീവിതത്തിൽ മാത്രം പരിമിതമായിരിക്കുകയില്ല. മറിച്ച് നിന്റെ ഒരു മകൻ, അവൻ ദൃഢനിശ്ചയത്തിൽ, അവന്റെ ഉദാഹരണം അവൻ മാത്രമായിരിക്കും. അവൻ ഇസ്ലാമിനെ ലോകത്ത് വ്യാപിപ്പിക്കുന്നതിനുള്ള വ്യാകുലതയിൽ നിന്റെ പ്രതിരൂപമായിരിക്കും. അവൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പതാക ലോകത്ത് നാട്ടുന്നതിനായി അസ്വസ്ഥതയോടുകൂടി ഒരു ഹൃദയമുള്ളവനായിരിക്കും. പിന്നീട് അത് മകനിൽ മാത്രം ഒതുങ്ങി നിൽക്കുകയില്ല, മറിച്ച് ശേഷവും ഈ മിഷനെ ലോകത്തിന്റെ കോണുകളോളം എത്തിക്കുന്നതിനായി ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ഖുദ്റത്തെ സാനിയ ഖിയാമത്ത് നാൾ വരെ തുടർച്ചയായി നിലനിൽക്കുന്നതിനെ കുറിച്ച് വാഗ്ദാനം നൽകുകയുണ്ടായി. അത് ഈ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കും. ഖുദ്റത്തെ സാനിയക്ക് റസൂൽ തിരുമേനിയുടെ സത്യസന്ധനായ ദാസന്റെ മിഷനെ മുന്നോട്ട് നയിക്കുന്നതിനായി അത്തരത്തിലുള്ള ശക്തരായ സഹായികളെയും ലഭിച്ചുകൊണ്ടിരിക്കും. ഖിലാഫത്തിന്റെ രൂപത്തിൽ തുടരുന്ന ഖുദ്റത്തെ സാനിയയുടെ സഹായികളായിരിക്കും അവർ. ഇന്ന് നമുക്ക് മുസ്ലിം മൗദിനെ കുറിച്ചുള്ള പ്രവചനം ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സത്യസാക്ഷ്യത്തിനുള്ള തെളിവായി കാണാൻ സാധിക്കുമ്പോൾ ഈ കാര്യത്തിലും നമ്മുടെ ശ്രദ്ധ ക്ഷണിക്കപ്പെടുന്നു. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ഏതൊരു പ്രത്യേകതകളുടെ ഉടമസ്ഥനായ പുത്രനെ കുറിച്ചാണോ അള്ളാഹു അറിവ് നൽകിയത്, ആ പുത്രൻ എത്രമാത്രം വേദനയോടും ദൃഢനിശ്ചയത്തോടും കൂടിയാണോ ജമാഅത്തിന് മുന്നോട്ട് ഗമിക്കാനുള്ള മാർഗങ്ങൾ കാണിച്ചു തന്നത്, ഒരു മനോഹരമായ വ്യവസ്ഥിതി നൽകിയത്. ജമാഅത്തിന്റെ തർബീയത്തിന്റെ വ്യവസ്ഥിതിയോടൊപ്പം ലോകത്തിന്റെ കോണുകളോളം ഇസ്ലാമിന്റെ മനോഹര അധ്യാപനങ്ങൾ എത്തിക്കുന്നതിനായി സുദൃഢമായ ഒരു വ്യവസ്ഥിതി സ്ഥാപിക്കുകയുണ്ടായി. അതിന്റെ ഫലം
ഓരോ ദിവസവും പുതിയ പ്രഭാവത്തോടെ പ്രകടമായിക്കൊണ്ടിരിക്കുകയാണ്. ഈ വ്യവസ്ഥിതിയെ കൂടുതൽ സുദൃഢമാക്കുന്നതിനായി ഓരോ അഹമ്മദിയും തങ്ങളുടെ ഭാഗധേയത്വം വഹിക്കുന്നവരായി തീരുക. अरब ममालिक में भी ये निज़ाम कायम है। ഇന്ന് അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ അറേബ്യൻ രാജ്യങ്ങളിലും ഈ വ്യവസ്ഥിതി നിലനിൽക്കുന്നുണ്ട്. ഏഷ്യയിലെ മറ്റു രാജ്യങ്ങളിലും ഈ വ്യവസ്ഥിതി സ്ഥാപിതമാണ്. ആഫ്രിക്കയിലും ഈ വ്യവസ്ഥിതി സ്ഥാപിതമാണ്. യൂറോപ്പിലും ഈ വ്യവസ്ഥിതി സ്ഥാപിതമാണ്. അമേരിക്കയിലും ഈ വ്യവസ്ഥിതി സ്ഥാപിതമാണ്. ഓസ്ട്രേലിയയിലും ഈ വ്യവസ്ഥിതി സ്ഥാപിതമാണ്. ദ്വീപുകളിലും ഈ വ്യവസ്ഥിതി സ്ഥാപിതമാണ്. എവിടെയെല്ലാം അഹമ്മദികൾ ഒരു ജമാഅത്ത് സ്ഥാപിച്ചുകൊണ്ട് ഈ വ്യവസ്ഥിതിയുടെ ഭാഗമായിട്ടുണ്ടോ അവിടെയെല്ലാം ഈ കാര്യത്തിലേക്കും ശ്രദ്ധിക്കുക. നാം കേവലം നമ്മുടെ പരിഷ്കരണത്തിൽ മാത്രം പരിമിതപ്പെട്ടു പോകരുത്, മറിച്ച് നമ്മുടെ വരുന്ന തലമുറകളെയും സംരക്ഷിക്കണം. അവരുടെ ഹൃദയത്തിലും ഈ കാര്യം രൂഢമൂലമാക്കണം. നിങ്ങൾ ഈ വ്യവസ്ഥിതിയുടെ ഭാഗമായിക്കൊണ്ട് തങ്ങളുടെ മഹത്തായ ലക്ഷ്യം, അതായത് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പതാക ലോകത്ത് പറത്തിക്കൊണ്ട് തൗഹീദിന്റെ സംസ്ഥാപനം, അതൊരിക്കലും തന്നെ വിസ്മരിച്ചു പോകരുത്. അതിനായി എല്ലാ ത്യാഗങ്ങൾക്കും തയ്യാറായിരിക്കണം. ഈ ലക്ഷ്യം കരസ്ഥമാകുന്നത് വരെ സ്വസ്ഥതയോടുകൂടി ഇരിക്കാൻ പാടുള്ളതല്ല. വരും തലമുറയിൽ ഈ ആത്മാവ് ഉണ്ടാക്കിയെടുക്കേണ്ടതാണ്. അതായത് ഈ മഹത്തായ ലക്ഷ്യം ഒരിക്കലും വിസ്മരിച്ചു പോകരുത്. ഞാൻ പറഞ്ഞതുപോലെ ഇന്ന് ലോകത്തിന്റെ എല്ലാ കോണുകളിലും അഹമ്മദിയ ജമാഅത്ത് സ്ഥാപിതമാണ്. കാദിയാനിൽ നിന്നുയർന്ന ശബ്ദം ലോകത്തിന്റെ കോണുകളോളം വ്യാപിച്ചിരിക്കുന്നു. ഇതിനെ ലോകത്തിന്റെ കോണുകളോളം പ്രചരിപ്പിക്കുന്നതിൽ സൗകര്യപ്രദമല്ലാത്ത അവസ്ഥകൾ ഉണ്ടായിരുന്നിട്ടുകൂടി ഒരു വലിയ കൈ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഹദ്റത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു തആല അൻഹുവിന്റേതാണ്. മുസ്ലിം മൗദ് റളിയല്ലാഹു തആല അൻഹുവിനെ കുറിച്ചുള്ള പ്രവചനത്തിന്റെ പൂർത്തീകരണത്തിൽ യോഗങ്ങൾ നടത്തുമ്പോൾ തങ്ങളുടെ ലക്ഷ്യത്തിൽ, തങ്ങളുടെ പ്രോഗ്രാമുകളിൽ അദ്ദേഹത്തിന്റെ ആവേശത്തെ പുനരുജ്ജീവിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ആത്മാവ് ഉണ്ടാക്കിയെടുക്കുക. ഹദ്റത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു തആല അൻഹു വിവരിച്ചിരിക്കുന്ന ആ ആഗ്രഹങ്ങളെ നിങ്ങളുടെ മുമ്പിൽ ഞാൻ വെക്കുകയുണ്ടായി. അതിനെക്കുറിച്ച് ഞാൻ പറയുകയുണ്ടായി. ഓരോ മുസ്ലിം രാജ്യത്തും താമസിക്കുന്ന അഹമ്മദികൾ ഇതിനു വേണ്ടിയും പരിശ്രമിക്കുക. നാം ഇസ്ലാമിസ്ഥാൻ സ്ഥാപിക്കണം. നമ്മുടെ യജമാനരായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം റഹ്മത്തുല്ലിൽ ആലമീനായ അവിടുന്ന് സ്ഥാപിക്കാൻ ആഗ്രഹിച്ച ഇസ്ലാമിസ്ഥാൻ സ്ഥാപിക്കണം. തങ്ങളുടെയും അന്യരുടെയും അവകാശങ്ങൾ നൽകിക്കൊണ്ട് മനുഷ്യത്വത്തിന്റെ മഹത്വം നിലനാട്ടുന്ന ഇസ്ലാമിസ്ഥാൻ സ്ഥാപിക്കുന്നവരായി തീരണം. ലോകത്തിന് റസൂൽ തിരുമേനി മനുഷ്യരോട് കാരുണ്യം ചെയ്തവനായിരുന്നു എന്ന് അറിയിച്ചു കൊടുക്കുന്നതിന് വേണ്ടി ഈ ഒരു വലിയ പ്രവർത്തനമാണ് നമുക്ക് ലോകത്തിന്റെ മുമ്പിൽ ചെയ്യാനുള്ളത്. എല്ലാ മുസ്ലിം രാജ്യങ്ങളെയും നമ്മുടെ ലക്ഷ്യം ഇതുകൂടിയാണെന്ന് ബോധവാന്മാരാക്കണം. ഈ കാര്യങ്ങളുമായിട്ടാണ് റസൂൽ തിരുമേനി ആഗതരായത്. ഈ ഒരു മിഷന്റെ പൂർത്തീകരണത്തിനായിട്ടാണ് ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹു നിയോഗിച്ചിരിക്കുന്നത്. ഈ പ്രവർത്തനമാണ് ഇന്ന് അഹമ്മദിയ ജമാഅത്ത് ചെയ്യുന്നത്. നാം ഓരോ മുസൽമാനെയും ഓരോ മുസ്ലിം രാജ്യത്തെയും ഇതാണ് നമ്മുടെ ലക്ഷ്യമെന്ന് ബോധ്യപ്പെടുത്തണം. അഥവാ നമ്മോടുള്ള എതിർപ്പ് കാരണം ഇവർ നമ്മുടെ വാക്കുകൾ ചെവിക്കൊള്ളുന്നില്ല എങ്കിൽ വേദനയോടുകൂടി നാം ഇവർക്ക് വേണ്ടി ദുആ ചെയ്യണം. ദുആ ചെയ്യുന്നതിൽ നിന്ന് നമ്മെ ആർക്കും തടയാൻ സാധ്യമല്ല. ഇവർ ഈ കാര്യം മനസ്സിലാക്കുന്നവരായി തീരാൻ പാകിസ്ഥാനായാലും സൗദി അറേബ്യ ആയാലും ഈജിപ്ത് ആയാലും സിറിയ ആയാലും ഇറാനായാലും ഇന്തോനേഷ്യയോ മലേഷ്യയോ ആയാലും സുഡാനായാലും ഏത് ഇസ്ലാമിക രാജ്യമായാലും നിങ്ങൾ പരസ്പരം ഭിന്നിച്ചു നിന്നുകൊണ്ട് ഒരിക്കലും നിങ്ങൾക്ക് ഒരുമിക്കാൻ സാധ്യമല്ല എന്ന കാര്യം അവർക്ക് വ്യക്തമാക്കി കൊടുക്കണം. അപ്പോഴാണ് നിങ്ങളുടെ ഐക്യമുണ്ടാവുക. നിങ്ങളുടെ നിലനിൽപ്പ് ഈ കാര്യത്തിലാണ്. നിങ്ങളുടെ രാജ്യങ്ങളെ കുറിച്ചുള്ള ഭയം അപ്പോഴാണ് അന്യരിൽ ഉണ്ടാവുക. എപ്പോഴാണോ നിങ്ങൾ ഒരുമിച്ച് നിന്നുകൊണ്ട് ഇസ്ലാമിന്റെ മഹത്വത്തെക്കുറിച്ച് ചിന്തിക്കുന്നത്. ഈ സന്ദേശമാണ് നാം ഈ ആളുകൾക്ക് നൽകേണ്ടത്. അവർ തങ്ങളുടെ രാജ്യങ്ങളിലും തങ്ങളുടെ അയൽ രാജ്യങ്ങളിലും കക്ഷിത്വത്തിന് അതീതമായി ചിന്തിക്കണം.
ഇന്ന് നാം ഈജിപ്തിനു വേണ്ടിയും പരിശ്രമിക്കണം, സിറിയക്ക് വേണ്ടിയും പരിശ്രമിക്കണം, ലിബിയക്ക് വേണ്ടിയും അവിടുത്തെ സഹോദരങ്ങളിൽ ഈ സന്ദേശം എത്തിക്കണം. അഥവാ നിങ്ങൾ നിങ്ങളുടെ ഗോത്രങ്ങൾക്കും കക്ഷികൾക്കും പ്രാധാന്യം നൽകുകയാണ് എങ്കിൽ, അതിനുവേണ്ടി അക്രമം ചെയ്യുകയാണ് എങ്കിൽ, സ്വയം തങ്ങളുടെ കൈകൊണ്ട് തന്നെ തങ്ങളുടെ രാജ്യത്തെ പൊള്ളയാക്കുന്നവരായിത്തീരും. നിങ്ങളുടെ ഉള്ളിൽ രാജ്യം എന്ന നിലക്കോ മുസ്ലിം ഉമ്മത്ത് എന്ന നിലക്കോ ഒരിക്കലും ശക്തി കൈവരുന്നതല്ല. ഈ ബലഹീനത വളർന്നുകൊണ്ടേയിരിക്കും. അന്യർ നിങ്ങളെ അവരുടെ കൈപ്പിടിയിലൊതുക്കും. പിന്നീട് അടിമത്വത്തിന്റെ ചങ്ങലയിൽ ബന്ധനസ്ഥനാകാനും സാധ്യതയുണ്ട്. അള്ളാഹു അങ്ങനെ ആക്കാതിരിക്കട്ടെ. അവർക്ക് ഈ സന്ദേശം നൽകണം. ബുദ്ധി പ്രയോഗിക്കൂ. തങ്ങളുടെ വ്യക്തിപരമായ ഉദ്ദേശത്തിന്റെ പ്രാപ്തിയെക്കുറിച്ച് മാത്രം ചിന്തിക്കാതിരിക്കൂ. കേവലം ഗോത്രങ്ങളെയും കക്ഷികളെയും അനുവദനീയമല്ലാത്ത വിധത്തിൽ പക്ഷാപാതിത്വം കാണിക്കാതിരിക്കൂ. അങ്ങനെയെങ്കിൽ എല്ലാം നഷ്ടപ്പെട്ടവരായിത്തീരും. രാജ്യത്തിന്റെ വ്യക്തിത്വം നിലനിർത്തുന്നതിലുപരിയായി ഇസ്ലാമിന്റെ മഹത്വം സ്ഥാപിക്കാൻ പരിശ്രമിക്കുക. അള്ളാഹു ഈ മഹത്വം സ്ഥാപിക്കുന്നതിനായി ഏതൊരാളെയാണ് അയച്ചിരിക്കുന്നത്, അദ്ദേഹത്തിന്റെ വാക്കുകളെക്കുറിച്ചും ചിന്തിക്കുക. ഈ മഹത്തായ ലക്ഷ്യം കരസ്ഥമാക്കാനായി അവസരോചിതമായി മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് ദുആ ചെയ്തുകൊണ്ട് നാം ഓരോ രാജ്യത്തും താമസിക്കുന്ന അഹമ്മദികൾ തങ്ങളുടെ ഈ ഭാഗധേയത്വം നിർവഹിക്കുന്നവരായി തീരണം. ഞാൻ കഴിഞ്ഞ വർഷം പറഞ്ഞതുപോലെ ഓരോ അഹമ്മദിയും ലോകത്തിന്റെ പരിഷ്കരണത്തിനായി പരിശ്രമിച്ചുകൊണ്ട് മുസ്ലിഹിന്റെ ജോലി ചെയ്യുന്നവരായി തീരണം. മുസ്ലിം മൗദിന്റെ ലക്ഷ്യങ്ങൾ യഥാർത്ഥത്തിൽ അത് മസീഹെ മൗദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മിഷന്റെ പൂർത്തീകരണമാണ്. എന്നല്ല, റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പതാക കീഴിൽ ലോകത്തെ കൊണ്ടുവരുന്നതിനുള്ള മഹത്തായ പദ്ധതിയാണ്. അത് നാം നേടുന്നവരായി തീരുന്നതിനു വേണ്ടി ഈ കാലഘട്ടം കുഴപ്പം അധികരിച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. ഇതിൽ വൻ ശക്തികളുടെ കണ്ണുകൾ ഇസ്ലാമിക രാജ്യത്തിലെ സമ്പത്തിലാണ് നിലകൊള്ളുന്നത്. അതുകൊണ്ട് വളരെയധികം പരിശ്രമിച്ചുകൊണ്ട് ഓരോ അഹമ്മദിയും എല്ലാ മുസ്ലിം രാജ്യത്തെയും മുസ്ലിം ഉമ്മത്തിനെയും ദുരാഗ്രഹികളുടെ ദുരാഗ്രഹങ്ങളിൽ നിന്നും രക്ഷിക്കുന്നതിനായി തങ്ങളുടെ പരിധിയിൽ നിന്നുകൊണ്ട് പരിശ്രമിക്കേണ്ടതാണ്. അതിനായി ഏറ്റവും വലിയ കാര്യം ഞാൻ പറഞ്ഞതുപോലെ ദുആ ആണ്. അള്ളാഹു മുസ്ലിം രാജ്യങ്ങളിലെ രാഷ്ട്രീയക്കാർക്കും നേതാക്കന്മാർക്കും ബുദ്ധി നൽകുമാറാകട്ടെ. അവർ തങ്ങളുടെ വ്യക്തിപരമായ ലാഭത്തിന് അതീതമായി ചിന്തിക്കുന്നവരായി തീരട്ടെ. പണ്ഡിതന്മാർ അവരെ പൊതുജനങ്ങൾ അറിവിലും ആത്മീയതയിലും മുൻകടന്നവരായി മനസ്സിലാക്കുന്നു. അവരും ബുദ്ധി പ്രയോഗിക്കുന്നവരായി തീരട്ടെ. തങ്ങളുടെ പ്രയോജനത്തിലുപരിയായി വിശുദ്ധ ഖുർആന്റെ അധ്യാപനം മനസ്സിലാക്കാൻ ശ്രമിക്കുന്നവരായി തീരട്ടെ. തങ്ങളുടെ പ്രയോജനങ്ങൾക്ക് വേണ്ടി പൊതുജനങ്ങളെയും ഭരണാധികാരികളെയും പരസ്പരം തമ്മിലടിപ്പിക്കുന്നതിന് പകരമായി ഭയഭക്തിയോടെ പ്രവർത്തിക്കുന്നവരായി തീരട്ടെ. ഞാൻ പറഞ്ഞതുപോലെ ഇതിന് ഏറ്റവും മനോഹരമായ പരിഹാരം കാലഘട്ടത്തിന്റെ ഇമാമിന്റെ വാക്കുകൾ കേട്ടുകൊണ്ട് അതനുസരിച്ച് പ്രവർത്തിക്കുക എന്നതാണ്. പൊതുജനങ്ങളെയും അവരുടെ ആത്മീയ ദൃഷ്ടി വർദ്ധിപ്പിക്കാൻ പരിശ്രമിക്കുന്നവരായി അള്ളാഹു മാറ്റട്ടെ. കാലഘട്ടത്തിന്റെ അവസ്ഥ കണ്ടിട്ട് പോലും കണ്ണടച്ചുകൊണ്ട് ബുദ്ധിക്കും യുക്തിക്കും എതിരായ കാര്യങ്ങൾ പറയുന്ന അവർ പണ്ഡിതന്മാരായാലും നേതാക്കന്മാരായാലും അവരെ അന്ധമായി പിന്തുടരാതിരിക്കുക. ഹദ്റത്ത് മുസ്ലിം മൗഊദ് റളിയല്ലാഹു തആല അൻഹു ആഗ്രഹം പ്രകടിപ്പിച്ചതുപോലെ ഒരു മനോഹരമായ ഇസ്ലാമിസ്ഥാൻ കാണുന്നവരായി അള്ളാഹു നമ്മെ മാറ്റട്ടെ. ഈ ഒരു പരിഹാരം മാത്രമാണ് ലോകത്തെ കുഴപ്പത്തിൽ നിന്ന് രക്ഷിക്കാനായിട്ടുള്ളത്. അള്ളാഹു ലോകത്തിന് ബുദ്ധി നൽകുമാറാകട്ടെ. ഇന്ന് വീണ്ടും ഒരു ജനാസയുണ്ട്. ഹാസിർ ജനാസയാണ്. നമസ്കാരത്തിന് ശേഷം ഞാൻ പുറത്തുപോയി നമസ്കരിക്കും. സഹോദരങ്ങൾ ഇവിടെ പള്ളിയിൽ തന്നെ നിൽക്കുക. ഈ ജനാസ അസീസം ഷേഖ് മുനവ്വർ അഹമ്മദ് ഇബ്നു ഷേഖ് നസീർ അഹമ്മദ് സാഹിബ് ജലിംഗത്തിൻ്റെതാണ്. ഇദ്ദേഹം 2012 ഫെബ്രുവരി 14 കുറച്ചുകാലം രോഗിയായതിനു ശേഷം 25-ാമത്തെ വയസ്സിൽ വഫാത്തായി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇദ്ദേഹത്തിന് മസ്കുലർ ഡിസ്ട്രോഫി എന്ന രോഗമായിരുന്നു. ഈ രോഗത്തിൽ വയസ്സ് കൂടുന്നതനുസരിച്ച് മസിൽസ് ബലഹീനമായി പോകുന്നു. ഇപ്പോൾ ഇദ്ദേഹം ജലിംഗം ജമാഅത്തിൽ വിവിധ ബലഹീനതകൾ ഉണ്ടായിരുന്നിട്ട് പോലും വിവിധ ഭാരവാഹിത്വം വഹിക്കുന്നതിനുള്ള തൗഫീക്ക് ഇദ്ദേഹത്തിന് ലഭിച്ചു. അദ്ദേഹത്തിന്
പ്പെട്ട എല്ലാ ജോലിയും പൂർണ്ണമായും ശ്രദ്ധയോടും ഉത്തരവാദിത്വത്തോടും കൂടി പൂർത്തിയാക്കുമായിരുന്നു. വീൽ ചെയറിലായിരുന്നു എന്നിരുന്നിട്ടുകൂടി വളരെ ചടുലതയോടും ധൈര്യത്തോടും പരിശ്രമത്തോടും കൂടി ജോലി ചെയ്യുമായിരുന്നു. ചന്തകളിലും മറ്റു പദ്ധതികളിലും ഭാഗവാക്കാകുമായിരുന്നു. നന്മ നിറഞ്ഞ ദീനീ ബന്ധമുള്ള, ഖിലാഫത്തുമായി പ്രത്യേകതരം ബന്ധമുള്ള ഒരു മുഖലിസായ മനുഷ്യനായിരുന്നു. വൈകല്യമുണ്ടായിരുന്നിട്ട് പോലും ബുദ്ധിമാനും കഴിവുള്ളവനുമായിരുന്നു. പഠനം പൂർത്തിയാക്കി പിന്നീട് ബാങ്കിൽ ജോലി ചെയ്തു, പുരോഗതി നേടി. ഇപ്പോൾ ബാങ്കിൽ അസിസ്റ്റന്റ് വൈസ് പ്രസിഡന്റിന്റെ സ്ഥാനത്ത് ജോലി ചെയ്യുകയായിരുന്നു. ഇദ്ദേഹത്തിന്റെ ഓഫീസർമാരും ഇദ്ദേഹത്തിന്റെ ജോലിയിൽ വളരെ സന്തോഷവാന്മാരായിരുന്നു. ഇദ്ദേഹത്തിന്റെ സന്തപ്ത കുടുംബത്തിൽ മാതാപിതാക്കളെ കൂടാതെ ഒരു സഹോദരനുണ്ട്. അദ്ദേഹവും മസിൻസ് സംബന്ധമായ രോഗിയാണ്. ഈ കുട്ടി ഇംഗ്ലണ്ടിലെ മുബല്ലിഗായിരുന്ന ഷെയ്ഖ് മുബാറക് അഹമ്മദ് സാഹിബിന്റെ സഹോദരന്റെ പേരക്കുട്ടിയാണ് എന്നുകൂടിയാണ് ഞാൻ വിചാരിക്കുന്നത്. അള്ളാഹു ഇദ്ദേഹത്തോട് മഗ്ഫിറത്ത് ചെയ്യുമാറാകട്ടെ, തന്റെ തൃപ്തിയുടെ സ്വർഗത്തിൽ സ്ഥാനം നൽകുമാറാകട്ടെ. സന്തപ്ത കുടുംബത്തിന്, മാതാപിതാക്കൾക്കും സഹോദരനും ഉന്നതമായ സഹനം പ്രദാനം ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹി നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ. من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله. عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون. اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.